ഹലോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനൊന്ന് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോഴാണ് ഈ വലിയ കാറ്റും മഴയും ഒക്കെ വന്നത്. അങ്ങോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എത്ര കാറ്റും മഴയാണെങ്കിലും ചേട്ടൻ പറയും ഇതൊക്കെ തോർന്നിട്ട് പോകാമെന്ന്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ആൾക്ക് കാറ്റും മഴയും ഇടിയും കൊല്ലിയും ഒന്നും ഒരു വിഷയമില്ല. അന്നേരം തന്നെ ഇറങ്ങണം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ അടുക്കള വഴി കൂടെ കയറത്തുള്ളൂ. കാരണം എനിക്ക് എന്തൊക്കെ അവിടെ കറികളെന്നൊക്കെ അറിയണം. ഞാൻ ആദ്യമേ ചെന്ന് മീൻചട്ടിയൊക്കെ ഒന്ന് പൊക്കി നോക്കും. അപ്പോൾ എല്ലാ കറികളൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് വേണം ചോറും പാത്രം എടുത്തുകൊണ്ടായിരിക്കും നേരെ ഹാളിൽ പോയി പിന്നെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും എല്ലാവരെയും കാണുന്നത്. അത് അതെനിക്കൊരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ അമ്മമാർ വെക്കുന്ന ആഹാരം കഴിക്കാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടവും പ്രത്യേക രുചിയല്ലേ. നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ചു വളർന്ന ആഹാരമാണല്ലോ. അങ്ങനെ കറിയെല്ലാം നമുക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ പ്ലേറ്റ് എടുത്തുകൊണ്ട് നേരെ ചോറ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ എനിക്ക് ആവശ്യത്തിലുള്ള ചോറ് കഴിച്ച് ഞാൻ നേരെ പോയി. ആദ്യം ചെന്നപ്പോഴത്തേക്ക് ഇത് കണ്ടു, ഇത് പച്ച ഏത്തക്കയും ഒക്കെ ഇട്ട് അമ്മ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ നല്ല കേര മീൻകറിയായിരുന്നു. കേര മീൻകറിയും ഇച്ചിരി എടുത്ത് നല്ല അടിപൊളി പുളിയും എരിവും എല്ലാം പിടിച്ച് നല്ല സൂപ്പർ കേര മീൻകറിയായിരുന്നു കേട്ടോ. അത് ഞാൻ ഇച്ചിരി ഒന്ന് എടുത്ത് എവിടെ ഇടണമെന്ന് ആദ്യമേ ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് നോക്കിയത്, ഈ സൈഡിലിടണോ അപ്പുറത്തെ സൈഡിലിടണം. പിന്നെ ഒരു ഇച്ചിരി ചാറും കൂടെ. നേരത്തെ എനിക്ക് ചാറ് മാത്രം മതിയായിരുന്നു. മീൻകറിയുടെ ചാറെല്ലാം ഞാൻ പറ്റിച്ച് വെക്കുമായിരുന്നു. അന്നേരം അമ്മ ഓൾറെഡി കുളം പറ്റിക്കുന്ന പോലെ പറ്റിച്ച് വെക്കരുതേ, ചാറ് വെക്കണം, ഇച്ചിരി ചാറ് എടുക്കാവുള്ളൂ എന്നൊക്കെ പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, കാരണം ഏത്തക്കയും കപ്പയും കൂടെയുള്ള പുഴുക്ക് നിങ്ങൾ കണ്ടില്ലേ, അതിന് വേണ്ടിയുള്ള ചമ്മന്തി കേട്ടോ. ഇതൊരു പ്രത്യേക രുചിയാണ്. കാരണം ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. തൈരൊക്കെ ഇട്ട് നല്ല മുളകൊക്കെ അങ്ങോട്ട് അരച്ച് തൈരിനകത്ത് ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലെടുത്ത് നല്ല അടിപൊളി ചമ്മന്തി. തീർന്നു പോയതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. അത് മൊത്തം ഞാനിന്ന് വടിച്ചെടുക്കുകയാണ്. ഒരു കൈ മൊബൈൽ ഇരിക്കുകയല്ലേ, അപ്പം വടിച്ചെടുക്കാൻ പറ്റില്ല. മൊബൈലൊക്കെ താഴ്ത്തി വെച്ചിട്ട് വേണം ആ പാത്രം ഒന്ന് വടിച്ച് തൂത്തൊന്ന് എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇത് വേറൊരു മുളക് സമ്മന്തി കേട്ടോ. അതും പുഴുക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനും നല്ല ടേസ്റ്റ്. അത് കഴിയുമ്പോൾ ഞാൻ അതിനകത്തുനിന്നൊരു കപ്പ എടുത്ത് പുഴുങ്ങി വെച്ചതിനകത്തുനിന്ന്. ആ എന്തായാലും കപ്പ മീൻകറിയോട്ട് ഇരിക്കട്ടെ. അവർ രണ്ടുപേരല്ലേ കോമ്പിനേഷൻ. നമ്മളെന്തിനാ അവരെ വെറുതെ പിരിക്കുന്നത്. അവരുടെ അടുത്ത് മീൻകറിയുടെ അടുത്ത് തന്നെ കപ്പയും വെച്ച്. അത് കഴിഞ്ഞ് നേരെ എടുത്ത് അടുത്ത സെക്ഷനിൽ പോകല്ലേ. ഇത് ഇച്ചിരി നാരങ്ങ അച്ചാർ. അമ്മ എപ്പോഴും അങ്ങനെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുപ്പിയിലെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് പാത്രത്തിൽ വെക്കും കേട്ടോ. അത് പണ്ട് തൊട്ടേ അങ്ങനെ. അല്ലെ ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു ചെറിയ പാത്രമൊക്കെ എടുത്തിട്ട് അച്ചാർ തന്നെ പോയി അച്ചാർ മാത്രം എടുത്തിട്ട് പോയി തിന്നും. അപ്പോൾ അമ്മ അന്ന് തൊട്ടേ വെക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ കുറച്ച് വെക്കും. അപ്പോൾ നമ്മളായാലും നോക്കുമ്പോൾ അയ്യോ അച്ചാർ തീർന്നല്ലോ എന്നൊരു ഇത് വരാൻ വേണ്ടി എന്നിട്ട് ബാക്കി കുപ്പിയിലൊക്കെ അച്ചാർ എടുത്ത് മാറ്റി പാത്ത് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ മോരും കൂടെ ഉണ്ടായിരുന്നു. ആഹാ, എനിക്ക് സമാധാനമായി. പിന്നെ ആ മോരും ഏത്തയ്ക്ക ഉള്ള ആ ഒരു കറിയും മീൻ കറിയും എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടുത്തം അങ്ങ് പിടിച്ച്. അത് കഴിഞ്ഞിട്ട് നേരം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഞങ്ങൾ പിന്നെ താഴെ കണ്ടത്തിലോട്ടൊക്കെ വന്നു. കാരണം ഒത്തിരി നാളായാലും ഇങ്ങോട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ട്. എൻ്റെ പല വീഡിയോസും കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നിനക്ക് എപ്പോഴും ഈ കണ്ടവും തോടുമൊക്കെ കാണിക്കാനുള്ളൂ എന്ന്. നമ്മുടെ പ്രകൃതിയൊക്കെയല്ലേ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഈ പ്രകൃതിയുടെ ഒന്നും ഒരു വില നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ വേറൊരു രാജ്യത്തോ ഒക്കെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഓർക്കും. നമ്മുടെ നാടിനെ പറ്റിയൊക്കെ ഓർക്കും. നമ്മളിപ്പം താമസിക്കുമ്പോൾ ഈ ഒരു നാടിനെ പറ്റിയൊന്നും നമുക്ക് അത്ര വലിയത് തോന്നാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. 4 മണി ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു ചായയും റസ്ക്കും കഴിച്ച് പിന്നെ തീരെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മഴയൊന്നും ആൾക്കൊരു വിഷയമല്ല, പെട്ടെന്ന് ഇങ്ങനെ വരണം. പിന്നെ വൈകുന്നേരം ഉച്ചക്കത്തെ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങോട്ട് പോയ സന്തോഷമൊന്നുമില്ല കേട്ടോ, തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആ, എന്നാലും വന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പം ശരി, ടാറ്റാ.